അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ. എല്ലാ സജ്ജനങ്ങൾക്കും സവിനയം നമസ്കാരം. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചൊല്ലുന്നതായ ധ്യാന ശ്ലോകങ്ങൾ കുറച്ചൊക്കെ നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ കേട്ടിരുന്നു. ഇന്നീ ദലത്തിൽ ഒരു ധ്യാന ശ്ലോകം കൂടി നാം കേൾക്കാൻ പോവുകയാണ്. ഓരോരോ പുസ്തകങ്ങളിലും ധ്യാന ശ്ലോകങ്ങൾ പല ക്രമത്തിലായിരിക്കും പ്രസിദ്ധീകരിച്ചിരിക്കുക. സിന്ദൂരാരുണ വിഗ്രഹാം എന്ന ശ്ലോകമാണ് പൊതുവെ ആദ്യം ചൊല്ലി നാം കാണാറുള്ളത്. ധ്യായേത് പത്മാസനസ്ഥാം എന്ന ശ്ലോകം രണ്ടാമതായിട്ടും തുടർന്ന് വരുന്നവ ഒക്കെ മാറി മാറിയും പല ഈ ധ്യായേത് പത്മാസനസ്ഥാം എന്ന ശ്ലോകം ആദ്യം ചൊല്ലുന്ന പലരുമുണ്ട്. ധ്യാന ശ്ലോകത്തിൻ്റെ കാതലായ ഉദ്ദേശ്യം എന്താണ് എന്ന് ആദ്യത്തെ ദലങ്ങളിൽ തന്നെ നാം സൂചിപ്പിച്ചിരുന്നു. ധ്യാനിക്കുക, ദേവിയുടെ ദിവ്യമായ രൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ ധരിക്കാൻ പാകത്തിൽ ആ ധ്യാന ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോരോ പദങ്ങളുടെയും അർത്ഥം ബോധിച്ച് ആ അർത്ഥത്തിനനുസരിച്ച് വരുന്നതായിട്ടുള്ള ദേവിയുടെ രൂപം എന്താണ് എന്ന് വേണ്ടും വണ്ണം മനസ്സിലാക്കി ആ ദേവിയെ ഹൃദയത്തിൽ വേണ്ടും വണ്ണം പ്രതിഷ്ഠിച്ചതിന് ശേഷം ദേവിയെ ഹൃദയത്തിൽ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വേണം ആ നാമം, സഹസ്രനാമങ്ങൾ ചൊല്ലാൻ. അപ്പോഴാണ് അതിനൊരു അനുഭൂതി ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യം. അന്നു തന്നെ നാം മറ്റൊരു കാര്യവും സൂചിപ്പിച്ചിരുന്നു. ഓരോ ധ്യാന ശ്ലോകങ്ങളിലും ദേവിയുടെ വർണ്ണിക്കപ്പെടുന്ന രൂപങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഒരു ധ്യാന ശ്ലോകം ചൊല്ലുമ്പോൾ ആ ധ്യാന ശ്ലോകത്തിലുള്ള രൂപം ഏതാണോ അത് ധ്യാനിക്കാം എന്നുള്ള ഒരു സൗകര്യമുണ്ട്. പല ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് പലതരത്തിലുള്ള ദേവിയുടെ ഭാവങ്ങളെ ആയിരിക്കും അതിൽ വർണ്ണിച്ചിരിക്കുക. സിന്ദൂരാരുണ വിഗ്രഹാം എന്ന ശ്ലോകത്തിലാണെങ്കിൽ ഒരു കയ്യിൽ ദേവി താമരപ്പൂവാണ് പിടിച്ചിരിക്കുന്നത്, മറ്റൊന്നിൽ അമൃത സമാനമായിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടതായ ഭുക്തിമുക്തികളാകുന്ന അനുഗ്രഹമെല്ലാം നിറച്ചു വച്ചിരിക്കുന്ന രത്നചഷകമാണ്, അളിപൂർണ്ണ രത്നചഷകമാണ് ദേവി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ധ്യാന ശ്ലോകമാണെങ്കിൽ സകുങ്കുമ വിലേപനാം എന്നുള്ള ശ്ലോകത്തിൽ സശരചാപപാശ അങ്കുശയായിട്ടാണ് ദേവിയെ അവിടെ ധ്യാനിക്കുന്നത്. ശരം, ചാപം, പാശം, അങ്കുശം എന്നിവ ധരിച്ചിരിക്കുന്ന ദേവിയെ ആണ് അവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറുതായ ചില വ്യത്യാസങ്ങൾ ഓരോ ധ്യാന ശ്ലോകത്തിലും ഉണ്ട്. അപ്പോൾ ഏതാണോ നാം ധ്യാനിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ഉത്തമമാണ്. എന്നാൽ പൊതുവെ ലളിതാ സഹസ്രനാമം ചൊല്ലി വരുന്ന സമയത്ത് നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ ചിന്തിച്ചതായ ശ്ലോകങ്ങളൊക്കെയും ചൊല്ലി വരുന്നതായ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു, സകുങ്കുമ വിലേപനാം എന്ന ധ്യാന ശ്ലോകം കൂടി ചൊല്ലാമായിരുന്നു, അതെന്തേ ചൊല്ലാഞ്ഞത് എന്ന്. അത് മനഃപൂർവ്വം വേണ്ട എന്ന് വിചാരിച്ചതൊന്നുമല്ല, അത് ചൊല്ലിയില്ല എന്ന് മാത്രം. അപ്പോൾ പലരും അതൊന്ന് ചൊല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അതനുസരിച്ച് ആ ധ്യാന ശ്ലോകത്തെ കൂടി ഒന്ന് ചൊല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു ദലം നാം ഇവിടെ ചെയ്യുന്നത്. സകുങ്കുമ വിലേപനാം എന്നുള്ള ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ആദ്യമൊന്ന് സാമാന്യമായിട്ടുള്ള അർത്ഥമൊന്ന് പറയാം. സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം. സകുങ്കുമ വിലേപനാം, ലേപനം എന്ന് വെച്ചാൽ സാമാന്യേന ശരീരത്തിൽ ആസകലം ചന്ദനച്ചാറ് പുരട്ടുന്നതിനെയാണ് ലേപനം
എന്ന് പറയുന്നത്. അപ്പോൾ ദേവി ആ കുങ്കുമം ചാലിച്ചതായിട്ടുള്ള കുങ്കുമത്തിന് തന്നെ എന്തെന്നില്ലാത്തതായ സുഗന്ധമുണ്ട്. ഇനിയിപ്പോൾ കളഭത്തിൽ കൂട്ടുന്ന പ്രധാനമായിരിക്കുന്ന ചന്ദനത്തിൽ കുങ്കുമം കൂട്ടുമ്പോൾ ആണ് ചന്ദനത്തിൻ്റെ നിറം തന്നെ മാറി നല്ല മനോഹരമായിരിക്കുന്ന ഒരു വർണ്ണത്തിലേക്ക് അത് പരിണമിക്കുന്നത് തന്നെ. അപ്പോൾ അപ്രകാരത്തിൽ ആ കുങ്കുമം ചാലിച്ചതായ ലേപനം ചാർത്തിയിട്ട് അളിക ചുംബി കസ്തൂരികാം, അളികം എന്നാൽ ലലാടമെന്നർത്ഥം, നെറ്റിത്തടമെന്നർത്ഥം. അവിടെ ആ കസ്തൂരി ചാർത്തി സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം സമന്ദഹസിത യക്ഷണാം, മന്ദഹാസത്തോടു കൂടിയതായ ഈക്ഷണത്തോടു കൂടിയവൾ. ദേവിയുടെ മന്ദഹാസത്തോട് ചേർന്ന് ഒപ്പം കാണേണ്ടതാണ് ദേവിയുടെ ആ തൃക്കണ്ണുകൾ. കാരണം മന്ദഹാസത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നതായ വാത്സല്യഭാവം, കരുണയുടെ ഭാവം, ഇതെല്ലാം മക്കളോടുള്ള വാത്സല്യമാവട്ടെ, ശ്രീ മഹാദേവനോടുള്ള ആ പ്രണയമാകട്ടെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദേവിയുടെ മന്ദഹാസവും കടാക്ഷങ്ങളും ഒക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് അതിന് ഏറ്റവും സൗന്ദര്യം വർദ്ധിക്കുന്നത് എന്നതിനാണ് സമന്ദഹസിതേക്ഷണാം, മന്ദഹാസത്തോടു കൂടിയതായ ഈക്ഷണത്തോടു കൂടിയവൾ എന്നവിടെ ദേവിയെക്കുറിച്ച് പറയാൻ കാരണം. സമന്ദഹസിതേക്ഷണാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സശര ചാപ പാശ അങ്കുശാം, ശരം ചാപം അമ്പ് വില്ല്, അതുപോലെ പാശം അങ്കുശം, പാശം കയറ്, അങ്കുശം. നമ്മളൊക്കെ വഴിതെറ്റി വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ പുറപ്പെടുന്ന സമയത്ത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കാൻ വേണ്ടിയിട്ടുള്ള ദേവിയുടെ ആ അങ്കുശവും തന്നോട് ചേർത്ത് ബന്ധിക്കുന്നതായ ആ പാശവും ഒക്കെ ദേവി ധരിച്ചിരിക്കുന്നു. സശര ചാപ പാശാങ്കുശാം അശേഷ ജനമോഹിനീം, എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്നവളാണ് ദേവി. മോഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാവാം. ഈ മോഹം എന്നുള്ള ശബ്ദത്തിന് ബോധം ഇല്ലാതെയാക്കുക എന്നൊരർത്ഥമുണ്ട്. അതും രണ്ട് തരത്തിലാവാം. കാരണം ബോധല്യായ എന്ന് പറയുന്നത് സാമാന്യേന നമുക്കൊക്കെ പറ്റിപ്പോകുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ സത്യമായിരിക്കുന്ന ആ അമ്മയെ വിശ്വത്തിലെങ്ങും കാണാതെ മിഥ്യയായിരിക്കുന്ന വിഷയസുഖങ്ങളെ ആസ്വദിക്കുന്നതായ നമ്മുടെ ആ അജ്ഞതയുടെ ബോധമില്ലായ്മ. ഇനി അപ്പോൾ ആ ബോധമില്ലായ്മയെ ഉണ്ടാക്കുന്നത് ദേവിയുടെ മായാവൈഭവമാണ്. അപ്പം അതുകൊണ്ട് അശേഷ ജനങ്ങളെയും തൻ്റെ ആ ക്രീഡ കൊണ്ട് മോഹിപ്പിക്കുന്നവൾ, ബോധമില്ലാതെയാക്കുന്നവൾ എന്നതിനൊരു അർത്ഥമുണ്ട്. ഇനി ദേഹാഭിമാനമാകുന്ന ഞാൻ ശരീരമാണ് എന്ന ബോധത്തെ ഇല്ലാതെയാക്കി തീർക്കുന്നവളായതുകൊണ്ടും അശേഷ ജനങ്ങളെയും മോഹിപ്പിക്കുന്നവളാണ് ദേവി. അപ്പോൾ ആ ദേഹാഭിമാനം എന്ന ഒരു വസ്തുത നമുക്ക് ഉണ്ടാക്കുന്ന മായാവൈഭവത്തെ ചെയ്യുന്നവളാണ് ദേവി. അതല്ലെങ്കിൽ തന്നെ തൻ്റെ സൗന്ദര്യം കൊണ്ട്, ദിവ്യമായ തൻ്റെ മഹിമ കൊണ്ട് തന്നെ ആശ്രയിക്കുന്നവർക്ക് അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അനുഗ്രഹം നൽകിക്കൊണ്ട് അവരെ എല്ലാവരെയും തന്നിലേക്ക് ഏറ്റവും ചേർത്ത് നിർത്തുന്ന, വേണ്ട കാലത്ത് വേണ്ടതിനെ നൽകി അനുഗ്രഹിക്കുന്ന ആ ദേവിയുടെ സ്വഭാവം, അതുകൊണ്ട് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന, എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു ദിവ്യമായിരിക്കുന്ന വൈഭവത്തോടു കൂടിയവൾ എന്ന രണ്ട് തരത്തിലും ഇതിൻ്റെ അർത്ഥം ചിന്തിക്കാം. അപ്പോൾ അശേഷ ജനമോഹിനി, എല്ലാവരെയും തന്നെ മായ കൊണ്ട് മോഹിപ്പിക്കുന്നവളാണെങ്കിൽ തന്നെ ആശ്രയിക്കുക എന്നൊരു പ്രവൃത്തി ആര് ചെയ്യുന്നുവോ അവരെ തന്നോട് ചേർക്കാനായിട്ട്, തന്നിലേക്ക് ആകർഷിച്ച എല്ലാ മായാമോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നിലേക്ക് എത്താനുള്ള മോഹം അവരിൽ വളർത്തുന്നവളാണ് ദേവി. അപ്പം അതുകൊണ്ടും അശേഷജനമോഹിനി എന്ന് ദേവിയെ അവിടെ സംബോധന ചെയ്യുകയാണ്. അല്ലെങ്കിൽ ധ്യാനിക്കാനായിട്ട് അവിടെ അശേഷജനമോഹിനിയെ ധ്യാനിക്കുന്നു എന്ന് പറയുകയാണ്. അരുണമാല്യഭൂഷ അംബരാം, ചുവന്നതായിട്ടുള്ള മാലകൾ ധരിച്ച്
ചുവന്നതായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ച്. അപ്പോൾ അവിടെ അരുണ ശബ്ദത്തിന് കേവലം ചുവപ്പ് എന്ന് മാത്രം അർത്ഥമെടുത്താൽ പോരാ, നല്ല തുടുത്ത, നല്ല തിളങ്ങുന്ന എന്നൊരു അർത്ഥമാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അരുണമാല്യഭൂഷ അംബരാം ജപാകുസുമ ഭാസുരാം. ജപാകുസുമം ചെമ്പരത്തിപ്പൂവ്. ആ ചെമ്പരത്തിപ്പൂവിനെ പോലെ ഈ ചുവന്നു തുടുത്ത് പ്രകാശിക്കുന്ന അരുണിമയോട് കൂടിയിട്ട് ഏറ്റവും പ്രകാശമാനയായിരിക്കുന്ന ജപാകുസുമ ഭാസുരാം ജപവിധൗ സ്മരേത് അംബികാം. ജപം ചെയ്യുന്നതായ അവസരത്തിങ്കൽ ആ ജപവിധി പ്രകാരം, ജപം ചെയ്യുന്നതായിട്ടുള്ള സമ്പ്രദായ പ്രകാരം അംബികയെ സ്മരിക്കേണ്ടതാകുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം, അതിൻ്റെ വാക്കുകളുടെ ഏകദേശമുള്ള ഒരർത്ഥം എന്ന്. അപ്പോൾ ആ സകുങ്കുമ വിലേപനാം എന്ന ശ്ലോകം കൂടി എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് ചൊല്ലുകയും ചെയ്യാം. ഇപ്പോൾ ആ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി ദേവിയുടെ ദിവ്യമായിരിക്കുന്ന രൂപത്തെ ഒന്നങ്ങനെ മനസ്സിൽ ധ്യാനിക്കാം. ചുവന്നു തുളുത്തതായിട്ടുള്ള കുങ്കുമച്ചാറ് ചാലിച്ച്, അതുപോലെ ആ കസ്തൂരി നെറ്റിയിൽ ചാർത്തി, മന്ദഹാസം പൊഴിക്കുന്ന മുഖാരവിന്ദത്തിൽ പ്രസന്നമായ കണ്ണുകളെ കൊണ്ട് ആശ്രയിക്കുന്നവരെ കടാക്ഷിച്ചുകൊണ്ട്, ആ മന്ദഹാസവും തൃക്കണ്ണിൽ കലർന്നതായിട്ടുള്ള കരുണയും വഴിഞ്ഞൊഴുകുന്ന ദിവ്യമായിരിക്കുന്ന ദേവിയുടെ മുഖാരവിന്ദം, അതുപോലെ ശരം, ചാപം, പാശം, അങ്കുശം എന്നിവ ധരിച്ചതായിട്ടുള്ള 4 തൃക്കൈകൾ, എല്ലാ ജനങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നതായ ദിവ്യമായ ദേവിയുടെ വൈഭവം, ആ വൈഭവത്തോടു കൂടിയിരിക്കുന്ന ദേവി തുടുത്തതായിട്ടുള്ള വസ്ത്രവും ആഭരണങ്ങളും മാലകളും ഒക്കെ ധരിച്ചിരിക്കുന്നു. ആ ദേവിയാകട്ടെ അരുണമാല്യഭൂഷോജ്വലാം എന്നും ഒരു പാഠഭേദം കണ്ടിട്ടുണ്ട്. അരുണമാല്യഭൂഷാംബരാം എന്നും കണ്ടിട്ടുണ്ട്. ജപാകുസുമത്തിൻ്റെ, ചെമ്പരത്തിപ്പൂവിൻ്റെ പോലെ നല്ല വികസിച്ച പ്രകാശത്തോടു കൂടിയിട്ട്, സൗന്ദര്യത്തോടു കൂടിയിട്ട്, തിളക്കത്തോടു കൂടിയിട്ട്, അരുണിമയോടു കൂടിയിട്ട് ഇരിക്കുന്ന ദേവിയെ ജപം ചെയ്യുന്ന സമയത്ത് നമുക്ക് ധ്യാനിക്കാം എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം. അപ്രകാരത്തിലുള്ള ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ സഹസ്രനാമം ചൊല്ലാൻ നമുക്ക് തുടങ്ങാവുന്നതാണ്. പലരും മറ്റ് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അവയ്ക്കൊക്കെ എഴുതി മറുപടി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് അത്തരത്തിൽ മറുപടികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെയും ധാരാളം പേര് പലതരത്തിലുള്ള സംശയങ്ങളും ചോദിച്ചിരുന്നു. പലതരത്തിലുള്ള ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്ന് സഹസ്രനാമം ചൊല്ലിക്കൂടെ എന്നൊക്കെ തുടങ്ങിയ സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. ആ സംശയങ്ങൾക്കുള്ള മറുപടിയും എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നാലും പലർക്കും അത്തരം സംശയം ഉണ്ടാവാം. മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ശരീരത്തെയും ശുദ്ധമാക്കി വെച്ച് പരമാവധി സഹസ്രനാമം ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ധ്യാന ശ്ലോകങ്ങൾ, അതിന് അങ്ങനെ കൃത്യമായൊരു ക്രമം പല ഗ്രന്ഥങ്ങളിലും പലതരത്തിലാണ് അത് ക്രമപ്പെടുത്തി കാണുന്നത്. അതുകൊണ്ട് ഇന്ന ക്രമത്തിലേ അത് ചൊല്ലാവൂ എന്നൊരു നിഷ്കർഷയേക്കാൾ കൂടുതൽ ചൊല്ലുന്ന സമയത്ത് ഏത് രൂപമാണോ ആ ധ്യാന ശ്ലോകത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് ആ രൂപത്തെ നന്നായി ഉള്ളിൽ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നന്നായി ദേവിയെ സ്മരിക്കുക, നന്നായി ദേവിയെ ആശ്രയിക്കുക. ദേവിയുടെ കൃപാകടാക്ഷം മറ്റൊന്നും എനിക്ക് വേണ്ടതില്ല എന്ന ഭാവത്തിൽ, ആ ശരണാഗതിയുടെ ഭാവത്തിൽ വേണം ഈ സഹസ്രനാമം ജപിക്കാൻ. ഇത് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ കേവലം ഒരു നിത്യ ജപത്തിന് എന്ന നിലയിൽ നാം ജപിക്കുന്നു, ധാരാളം പേര് ജപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത് വളരെ വലിയ ഒരു രഹസ്യ സ്തോത്രമായിട്ടാണ് ഇതിൻ്റെ മഹിമയെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ഈ സ്തോത്രം മറ്റനേകം വിഷയങ്ങളെ അനാവരണം ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പഠന വിധേയമാക്കേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും അതിലേക്കൊക്കെ ക്രമേണ കടക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ
ഏതായാലും ആ ഒരു ധ്യാന ശ്ലോകം കൂടി പരിചയപ്പെടുത്താനാണ് ഇന്ന് നാം ഇവിടെ പരസ്പരം ഇങ്ങനെ സമ്മതിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ലളിതാ സഹസ്രനാമത്തെ അറിയാനായിട്ട് ശ്രമിക്കാം. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ.